സ്മൃതി, ഇക്കാര്യത്തിലൊരു പരാതിയാണ് ഉള്ളത്. കാരണം ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, കോൺഗ്രസിൻ്റെ പ്രതിനിധി, ശുദ്ധ വിവരക്കേടുകൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് RSSൻ്റെ PR കമ്പനിയായിട്ടുള്ള കെയ്സൺ എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ആവശ്യമായൊരു സമയം എനിക്ക് കിട്ടണ്ടേ? ഈ ചർച്ചയിൽ ഇനിയിപ്പോൾ എനിക്ക് 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ എൻ്റെ വിയോജിപ്പ് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ എനിക്ക് മറുപടി പറയാനുള്ളത് ജിൻഡോ ജോണിനോടും രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കുന്ന ശ്രീ ബഷീർ വള്ളിക്കുന്നിനോടുമാണ്. ബഷീർ വള്ളിക്കുന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. BJP വളരെ മനഃപൂർവ്വമായി മലപ്പുറം ജില്ലയുടെ പാരമ്പര്യത്തെയും റദ്ദ് ചെയ്തുകൊണ്ട് ചില ഇമേജുകൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തീവ്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയൊക്കെ ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയെ പറ്റിയിട്ട് ആ തരത്തിലുള്ള ധാരണയില്ല ശ്രീ ബഷീർ. കാരണം മലപ്പുറം ജില്ലയുടെ പാരമ്പര്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കള്ളക്കടത്തിൻ്റെയോ അല്ലെങ്കിൽ കുഴൽപ്പണത്തിൻ്റെയോ പാരമ്പര്യമല്ല. അവിടെ മറിച്ച് ഞാൻ സംസാരിച്ചോട്ടെ, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടും. ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കണമെങ്കിൽ അവരിടപെടില്ല എന്നുള്ള ഉറപ്പ് തരണം. അത് ശരിയല്ല, അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. മലപ്പുറം ജില്ലയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെയും മലയാളത്തിൻ്റെ മണമുള്ള മണ്ണിൻ്റെ പാരമ്പര്യമാണത്. അവിടെ ഈ തരത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ കള്ളക്കടത്തിൻ്റെയും അതേപോലെ തന്നെ കരിഞ്ചന്തയുടെയും അതേപോലെ തന്നെ കുഴൽപ്പണത്തിൻ്റെയും ചർച്ച കേന്ദ്രീകൃതമാകുന്ന ഒരു ജില്ലയായി മലപ്പുറം ജില്ലയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഒന്നാമത് ഈ പറയുന്ന VPP മുസ്തഫയും ജിൻഡോ ജോണും പ്രതിദാനം ചെയ്യുന്ന 2 മുന്നണികളാണ്. ശരി, അവർ നടത്തിയിട്ടുള്ള കാലാകാലങ്ങളായി 4 വോട്ടിന് വേണ്ടി നടത്തിയിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമുണ്ട്. ഇന്ന് ഈ സമയത്ത് പോലും ജിൻഡോ ജോണിനെ പോലുള്ളവർ ഇവിടെ വന്ന് പറയുമ്പോൾ RSSൻ്റെ പേരെന്തിനെ ആവർത്തിച്ച് RSS BJP ഈ വിഷയത്തിൽ അവർക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇത് പറയുന്നതിന്റെ താല്പര്യം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും മൗനം വെടിയുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ADGPയുമായി ബന്ധപ്പെട്ടായിട്ട് മുഖ്യമന്ത്രി റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കുന്നതാണ് ഈ അവസാന നിമിഷവും CPയോട് പറഞ്ഞിരിക്കുന്നത്. Debate with Smriti Parthikad.